പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ യാത്ര രാജസ്ഥാൻ അജ്മീർ പുഷ്കറിലാണ്. ഈ പുഷ്കർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ഒരുപാട് ആട് വളർത്തുന്ന കർഷകരുണ്ട്. അത് വിവിധ ഇനത്തിൽപ്പെടുന്ന ആടിനെ വളർത്തുന്ന കർഷകരാണ് ഇവിടെ ഉള്ളത്. ഓരോ ഗ്രാമത്തിലും കൂട്ടം കൂട്ടമായി കർഷകർ താമസിക്കുന്നുണ്ട്. അവരെല്ലാം ആട് വളർത്തുന്ന കർഷകരാണ്. അത് വിവിധ ഇനത്തിൽപ്പെടുന്ന ആടുകളെയാണ് ഇവർ വളർത്തുന്നത്. സിരോഹി മാത്രമല്ല, തോത്താപ്പാരി, കരോളി, അങ്ങനെയുള്ള ഇനങ്ങളെയൊക്കെ വളർത്തുന്ന കർഷകർ കൂട്ടം കൂട്ടമായിട്ട് താമസിക്കുന്ന ഒരു ഗ്രാമമാണ്. ഇന്ന് നമ്മൾ ഈ ഗ്രാമത്തിലാണ് ഉള്ളത്. അപ്പോൾ രാജസ്ഥാനിലെ തുടർന്ന് വീഡിയോ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആട് വളർത്തുന്ന കർഷകരെയും വളർത്തു രീതിയും വിവിധ ഇനങ്ങളെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇടയ്ക്ക് നമ്മൾ നാട്ടിലെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ രണ്ടായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ രാജസ്ഥാനിലെ വീഡിയോ തുടരുകയാണ്. അപ്പോൾ കാർഷിക കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരും ആട് വളർത്തുന്ന കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആദ്യമായി കാണുന്നവർ, സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് കൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും ദൂരം നമ്മൾ വന്നിരിക്കുന്ന എല്ലാം ആട് വളർത്തുന്ന അന്യസംസ്ഥാന ആടിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണ പിന്തുണ വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഗ്രാമത്തിലെത്തിയപ്പം കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പോൾ അരിപ്പത്തി എന്ന് പറയുന്ന ഒരു ഇല നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ അരിപ്പത്തി എന്ന് പറയുന്ന ഇലയാണ് ഈ കുട്ടികൾ ഇവിടെ നിന്ന് ഇടയുന്നത്. അപ്പോൾ മെയിനായിട്ട് ബാബു എന്ന് പറയുന്ന ഒരു പയ്യൻ, ഈ പയ്യന് 7 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ജോലി ചെയ്യുന്നത്. ഈ മെഷീനകത്തിലൊരു നെറ്റ് അടിച്ചേക്കാണ്. ഈ ഇല ഇതിനകത്തിലേക്ക് ഇട്ട് ഇത് കറക്കുമ്പോഴത്തേക്ക് മണ്ണ് വേർതിരിയും. കാരണം ഈ അരിപ്പത്തി മരത്തിൽ നിൽക്കുന്ന അത് വെട്ടിയിട്ട് താഴെ ഉണങ്ങി കഴിയുമ്പോഴാണ് ഇത് വാരി ചാക്കിനകത്തിലാക്കുന്നത്. ആ സമയത്ത് മണ്ണുണ്ട്. കാരണം മണ്ണ് ഇവിടെ ഇടഞ്ഞ് മാറിക്കിടക്കുന്നത് നമുക്ക് കാണാം ഈ മെഷീനകത്തിൽ തന്നെ. അപ്പോൾ മണ്ണ് വേർതിരിക്കുന്ന ഒരു മെഷീനാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ഇത് ചെയ്യുന്നത്. ഈ ബാലൻ ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല. അവർക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് വളർന്നു വരുന്ന തലമുറയെ നല്ല കൃഷി സ്നേഹമുള്ളവരാക്കിയാണ് ഇവിടെ വളർന്നു വരുന്നത്. അപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ കുട്ടികളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അവർ വീടിന് വെളിയിലിറങ്ങാറില്ല, മണ്ണിൽ കളിക്കാറില്ല. അതേപോലെ തന്നെ ഒരു മൊബൈലിന് അഡിക്റ്റായ ഒരു ജീവിത രീതിയാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കുട്ടികളൊന്നും ഒരു പണിയും ചെയ്യാറില്ല. കുട്ടികളൊന്നും ഒരു പണിയും നമ്മുടെ നാട്ടിൽ ചെയ്യാറില്ല. അവർ മൊബൈലിന് പൂർണ്ണമായിട്ടും അഡിക്റ്റായി പോയിരിക്കുന്നു. വീടിന് വെളിയിലിറങ്ങാത്ത ഒരു സാഹചര്യം. കൃഷി എന്താണ് എന്ന് അവർക്കറിയില്ല. പക്ഷേ നമ്മൾ ഈ നാട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഇവരെല്ലാവരും അധ്വാനിക്കുന്നവരാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അത് കൃഷിപരമായിട്ടുള്ള ജോലിയാണ് ഇവർ ചെയ്യുന്നത്. ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെയുള്ളത്. വീടിന് ഒരു പ്രാധാന്യം നൽകാറില്ല. അവർ കൃഷിഭൂമികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഞാൻ ഏറെ നേരം ഇവിടെ നിന്ന് വീക്ഷിച്ചു. ഈ പയ്യൻ ചിലപ്പോൾ ഒരു കൗതുകത്തിനായിരിക്കും ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ അല്ല, അദ്ദേഹം നല്ല കൃത്യതയോടുകൂടും നല്ല ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ ജോലിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വന്ന പയ്യൻ അവിടേക്ക് തിരിച്ചു പോയി. ഇദ്ദേഹം തന്നെ ജോലിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു ചാക്ക് ഇടഞ്ഞതിന് ശേഷം ബാക്കി കുറച്ച് വന്നത്, ഇതിനകത്ത് മുള്ളുണ്ട്. നമ്മൾ വെട്ടിയിട്ട് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ മുള്ളോട് കൂടിയ ഒരു മരത്തേലാണ് ഈ ഇല ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലെ പുളിയില മാതിരി ഇരിക്കും. അരിപ്പത്തി എന്നാണ് ഇതിൻ്റെ പേര്. മുള്ളുണ്ട്. അപ്പോൾ ആ മുള്ള് ഇടഞ്ഞ് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. മുള്ളും മണ്ണും ഒക്കെ ഇടഞ്ഞ് ഈ മെഷീനകത്തിട്ട് മാറ്റുകയാണ് ഈ പയ്യനെ. അപ്പോൾ അതിങ്ങനെ ജോലിയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത്യാവശ്യം മുള്ളുള്ള ഒരു മരത്തേലാണ് ഈ അരിപ്പത്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വെട്ടിയിട്ട് വരുമ്പോൾ ഈ നിറച്ച് മുള്ള് കാണും. ഈ പയ്യൻ്റെ കയ്യിലെ മുള്ള് കൊള്ളുന്ന കാഴ്ച നമുക്ക് കാണാം. ഈ മുള്ള് കൊണ്ടിട്ടും അദ്ദേഹം വക വെക്കാതെ ആ മുള്ള് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വീണ്ടും പണിയിൽ മുഴുകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലെ കുട്ടികളാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. മുറവിളി കൂട്ടിക്കൊണ്ട് ഓടുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അധ്വാനിക്കാനൊരു മനസ്സില്ലാത്തൊരു തലമുറയാണ് നമ്മുടെ നാട്ടിൽ വളർത്തിക്കൊണ്ട് വരുന്നത്. നമ്മളെല്ലാം പ്രകൃതിയിലേക്ക് ഇറങ്ങാൻ കുട്ടികളെ പഠിപ്പിക്കണം. ചെറിയ ചെറിയ കൃഷി ചെയ്യാനും ഒക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കാൻ, ജീവജാലങ്ങളെ സ്നേഹിക്കാനും ഒക്കെ നമ്മൾ പഠിപ്പിക്കണം. എങ്കിലേ മനസ്സിന് നന്മയുള്ളവരായി അവർ വളർന്നു വരത്തുള്ളൂ. സഹജീവി സ്നേഹമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇതൊന്നും ഇല്ലാത്തൊരു തലമുറയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് മനസ്സിന് വളരെ വളരെ സന്തോഷം തോന്നി ഈ കുട്ടികൾ ഇങ്ങനെ അധ്വാനിക്കുന്നത് കണ്ടപ്പോൾ. ശരിക്കും വീഡിയോ എടുക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ജോലിയിൽ കുറച്ചുകൂടെ ഒരു ഊർജ്ജസ്വലത കാണിച്ച് തന്നെ അവർ ജോലിയിലേക്ക് തുടരുകയാണ്. തികച്ചും പ്രകൃതിയോട് ഇഴുകി ചേർന്നുള്ള ഒരു ജീവിത രീതിയാണ് ഇവിടെ എല്ലാ കർഷകരും നയിക്കുന്നത്. എല്ലാ വീട്ടിലും പശുവും ആടും കോഴിയും ഒക്കെ അടങ്ങുന്ന
ഒരു ഭയങ്കര കൃഷിയെ സ്നേഹിക്കുന്ന കുറേയധികം ഒരു ജനക്കൂട്ടം ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം അജ്മീർ പുഷ്കർ മേളയൊക്കെ നടക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടാകും. പുഷ്കർ മേളയൊക്കെ വലിയ മേളയാണ് ഇവിടെ നടക്കുന്നത്. കന്നുകാലികളുടെ വലിയ മേള, എല്ലാ സാധനങ്ങളും ഇവിടെ മേയ്ക്കാനായിട്ട് കിട്ടുന്ന, കൃഷി സംബന്ധമായിട്ട് എല്ലാം മേയ്ക്കാനായിട്ട് കിട്ടുന്ന വളരെ വലിയ മേളയാണ് ഇവിടെ നടക്കാറുള്ളത്. പുഷ്കറിൽ ഒരുപാട് വിദേശികൾ ഇവിടെ വരാറുണ്ട്. പക്ഷേ ഈ ഗ്രാമത്തിലെ ജീവിത രീതി വളരെ നല്ല, നമുക്കെല്ലാം കൃഷിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. അവരുടെ ജോലി പൂർത്തിയാക്കിയതിന് ശേഷം പിന്നെ അവർ കളിയിൽ മുഴുകുകയാണ്. അതും മണ്ണിലാണ് അവർ കളിക്കുന്നത്. മണ്ണ് ഇവിടെ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കാണാൻ വയ്യാത്തൊരു കാഴ്ചയായി പോയിരിക്കും മണ്ണ്. കാരണം എല്ലാ വീട്ടിലും തറയോടൊക്കെ ഇട്ട് വൃത്തിയാക്കി, വെള്ളം പോലും ഭൂമിയിലേക്ക് താഴാനുള്ള ഇടം കൊടുക്കാതെ എല്ലാ വീട്ടിലും തറയോട് പാകിയിരിക്കുകയാണ്. അപ്പോൾ മണ്ണെന്താണെന്ന് നമ്മുടെ കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് അറിയാൻ വയ്യാതെ പോവുകയാണ്. അപ്പോൾ മണ്ണിലാണ് ഇവരുടെ കളിയൊക്കെ തന്നെ. ആടുകളെയൊക്കെ സ്നേഹിച്ച് അവരോടൊപ്പം ഇഴുകി ചേർന്നുള്ള ജീവിത രീതി ഇവിടുത്തെ കുട്ടികൾ വളർന്നു വരുമ്പോഴും അവർ അതേ രീതിയിൽ തന്നെ നല്ല നല്ല കർഷകരായിട്ട് വളർന്നു വരികയാണ്. സമ്പന്നരാണ്. അവർക്ക് വീട് കൊണ്ട് വലുപ്പമില്ലെങ്കിലും ഇവരെല്ലാം കാർഷികപരമായിട്ട് സമ്പന്നരാണ്. നമുക്കറിയാമല്ലോ, ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗവും കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇവിടെ ധാരാളം കൃഷിഭൂമികളുണ്ട്. നമ്മുടെ കേരളം വിട്ടു പോകണം, നമ്മൾ കൃഷി എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ കൃഷിയില്ല, ആരും ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. അഥവാ പുതിയ പുതിയ സംരംഭങ്ങളായിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ നമുക്ക് പ്രതിസന്ധികൾ ഒരുപാടാണ്. ഒന്നില്ല അയലത്തുള്ള വീട്ടുകാരുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ, നമ്മളൊന്നും ചെയ്ത് ജീവിക്കാനായിട്ടൊരു അവസരം തരാത്ത ഒരു ജനവിഭാഗമായിട്ട് നമ്മുടെ നാട് മാറുന്നു. ഇതിനൊക്കെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവിടെ പരസ്പരം ഒരു മതിൽക്കെട്ടുകളും ഇല്ല. അപ്പുറത്തെ വീട്ടിലോട്ട് കയറാൻ എളുപ്പമാണ്. നമ്മുടെ പഴമയുടെ ജീവിത രീതി, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പഴമയുടെ ജീവിത രീതിയാണ് ഇവിടെ ഉള്ളത്. ഒരു വേലിക്കെട്ടുമില്ല, അതിർവരമ്പോഴും ഇല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. പിന്നെ ആടുമാടുകളെയൊക്കെ വളർത്തുന്നവരാണ് ഇങ്ങനെ ചുറ്റും ചെറിയ വേലിയൊക്കെ കെട്ടിയിരിക്കുന്ന, ആടുമാടുകൾ ഓടിപ്പോകാതിരിക്കാനും ഒക്കെ ആയിട്ട്. പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായമായിട്ടാണ് ഒരു ജീവിത രീതിയാണ് പഴയ നാട്ടുമ്പുറത്തെ ജീവിത രീതി. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടുമ്പുറത്തെ ജീവിത രീതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് കൃഷിയെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്നാൽ ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓരോ കാഴ്ചകളും നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പൂർണ്ണ പിന്തുണ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഒരുപാട് വീഡിയോകൾ ഇനിയും വരാനുണ്ട്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. യൂട്യൂബിൽ, ഫേസ്ബുക്കിലാണേ ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. എന്തായാലും അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.